ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 22-ാം തീയതി 327-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ സഭയുടെ ക്രമീകരണമനുസരിച്ച് ഇന്ന് വിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ഞായറാണ്. 3-ാം സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായമാണ് മറിയെ ഭംഗിയായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവളെ തേടി ദൈവമയച്ച ദൂതൻ വന്നു ചേർന്നു. ദൈവദൂതൻ വന്നു എന്നതിൻ്റെ ശരിയായ അർത്ഥം ദൈവം വന്നു എന്നത് തന്നെയാണ്. ദൈവം തേടി വന്ന ഈ വലിയ സ്ത്രീയെ നമുക്കും അത്യാവശ്യമുണ്ട്. പക്ഷേ അതിനു മുമ്പ് ദൈവത്തെ തേടാൻ ഇറങ്ങിയ സ്ത്രീയെ കുറച്ചു ദൂരം കൂടി നമുക്ക് പിന്തുടർന്നേ മതിയാവും. കഴിഞ്ഞ കുറച്ച് പുലരികളായി പെനീനായുടെയും ഹന്നായുടെയും പിന്നാലെ കൂടിയവരാണ് നമ്മൾ. എങ്ങും എത്താത്തൊരിടത്ത് അവരെ അങ്ങ് ഉപേക്ഷിച്ചു കളയുന്നത് ഉചിതമല്ലല്ലോ. അന്നത്തെ കാലത്തേക്കാൾ ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകൾ, അവർക്ക് എന്തും വരാം എന്ന് നമുക്കേതാണ്ട് ഉറപ്പുണ്ട്. അതേ ഈ കഠിനകാലത്ത് നമ്മളും ഇവിടെ ഉണ്ടല്ലോ. ഭൂമി മണ്ണിൽ ഒരു ഭർത്താവും ഇതുവരെയും പറഞ്ഞിട്ടില്ലാത്ത, ഇന്ന് മറ്റാർക്കും ഇനി പറയുവാനും കഴിയാത്ത അത്ര കുലീനമായ ഭംഗിയുള്ള ചില വാക്കുകളാണ് തൻ്റെ ഭാര്യയായ ഹന്നായെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന എൽക്കാന നൽകുന്നത്. തുടർന്ന് അവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ്? 1, അവൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. 2, അവൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്നത് സാധാരണ ജീവിതാവസ്ഥയിലേക്ക് മടങ്ങിയെത്തി എന്നത് തന്നെ. സ്വാഭാവികമായ ഒരു തലത്തിലേക്ക് എത്തുന്നു. ശ്വാസം നേരെ വിട്ടു തുടങ്ങുന്നു. എന്തൊരു അത്ഭുതമാണ് ഈ സ്ത്രീക്ക് അനുകൂലമായിട്ട് ഇവിടെ ഈ അവസരത്തിൽ സംഭവിച്ചത്. അവളുടെ നിത്യദുഃഖത്തിനും ആത്മഭാരത്തിനും വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അവളെ പരിഹസിച്ച് പരുക്കേൽപ്പിച്ചുകൊണ്ടിരുന്ന സ്ത്രീയില്ലേ പെനീന, മാനസാന്തരപ്പെട്ടു വന്ന് മാപ്പ് പറഞ്ഞോ? അതോ അവളുടെ ദുഷ്ടതയ്ക്ക് ന്യായാധിപനായ ദൈവം വേഗത്തിലും എളുപ്പത്തിലും കഠിനമായി കോപിച്ച് ശിക്ഷ നൽകി നീതി നടപ്പാക്കിയോ? അതിനും ഉത്തരം ഇല്ല. ഇതിനുമൊക്കെ അപ്പുറത്തുള്ള അത്ഭുതം അവർക്കിടയിൽ അന്നുണ്ടായി. എൽക്കാന ആയിരുന്നു. അയാളുടെ നിലപാടും കരുതലുമായിരുന്നു ഹന്നെ വീണ്ടെടുത്തത്. എന്തുകൊണ്ടാണ് നമുക്കും ഒപ്പമുള്ളവരെ ഒന്ന് വീണ്ടെടുക്കാനായിട്ട് യേശുവിൻ്റെ സുവിശേഷമാകുന്ന ചില വാക്കുകളൊക്കെ കൈവശം ഇല്ലാതെ പോകുന്നത്? ഉള്ളതിനെ ഓർക്കുക, ഒപ്പമുണ്ടെന്നെപ്പോഴും പരസ്പരം ഓർമ്മപ്പെടുത്തുക, വാക്കുകളാൽ സൗഖ്യം ഏവർക്കും പകരുക, സാരമില്ലെന്ന്, എല്ലാം ശരിയാകുമെന്ന്, നമുക്ക് ക്ഷമിക്കാമെന്ന്, കുറച്ചുകൂടി കാത്തിരിക്കാമെന്ന്, മറന്നു കളയുന്ന എന്നൊക്കെ ഒന്ന് പറയുകയും പഠിപ്പിക്കുകയും പരസ്പരം ആശ്വസിപ്പിക്കുകയുമൊക്കെ വേണ്ടേ? മലയാളത്തിൻ്റെ പുണ്യമായ MDയുടെ മഞ്ഞെന്ന് പറയുന്ന ആ അത്യപൂർവ മനോഹരമായ ആ കൃതി തീരുന്നത് ഇങ്ങനെയല്ലേ? വരും, വരാതിരിക്കില്ല. ആ വിമലയെന്ന് പറയുന്ന സ്ത്രീ തന്നെത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്, വരും, വരാതിരിക്കില്ല. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.